യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 2024 ഓഗസ്റ്റ് മാസം 18 വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആ പ്രധാനപ്പെട്ട സെമിനാറിൻ്റെ വിഷയം ന്യൂനപക്ഷ അവകാശങ്ങൾ അറിയേണ്ടതും നേടേണ്ടതും. പലതും നമുക്ക് അറിവില്ല. അപ്പോൾ അറിവുള്ളത് നമുക്ക് അറിവുണ്ടാകണം, അതിലൂടെ നേടിയെടുക്കുകയും ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ പറയാറില്ല, ചില കടമകൾ നിർവഹിക്കുമ്പോഴാണ് ചില അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. കടമകൾ എങ്ങനെ നിർവഹിക്കും? ഈ സെമിനാർ ക്ലാസ്സിൽ പങ്കെടുത്ത് നമ്മുടെ കടമ നിർവഹിക്കുമ്പോൾ ചില അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് എല്ലാം അറിയാമെന്ന് കരുതിയിരിക്കുമ്പോഴും കുറേയൊക്കെ അറിയാത്തതുണ്ട്. അതുകൊണ്ട് ഈ സെമിനാർ ക്ലാസ് ബഹുമാനപ്പെട്ട നൗജിൻ വിധേയത്തിലച്ചൻ, രൂപത ന്യൂനപക്ഷ അവകാശത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന നൗജിൻ വിധേയത്തിലച്ചൻ വരും. അത് ഈ 18 ഞായറാഴ്ച രാവിലെ 11:30 മണിക്ക് ആരംഭിക്കും. എന്തുകൊണ്ട് 11:30 മണിക്ക് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറ്റഗിസം ക്ലാസ് കഴിഞ്ഞ് 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് വെച്ചിരിക്കുന്നത്. എവിടെയാണ് സ്ഥലം നമ്മുടെ സ്കൂൾ സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ക്ലാസ് നടത്തുന്നത്. അപ്പോൾ ദിവസം 18 ഞായറാഴ്ച, സമയം 11:30 മണിക്ക്, സ്ഥലം സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ ഓഡിറ്റോറിയം, അവിടേക്കാണ് വരേണ്ടത്. ഇനി കുട്ടികളും മാതാപിതാക്കളും മാത്രം മതിയോ? പോരാ. കുട്ടികൾക്ക് പ്രത്യേകിച്ച് തുടർന്ന് പഠിക്കണമെങ്കിൽ ലോൺ എടുക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട അറിവ് കിട്ടും. മറ്റുള്ളവർക്കും കടന്നു വരണം. കാരണം ചില ബിസിനസ് ആരംഭിക്കുമ്പോൾ, ചില കമ്പനികൾ ആരംഭിക്കുമ്പോഴൊക്കെ അതിലൊക്കെ ലോൺ കിട്ടും. ആ ലോൺ കേന്ദ്ര സർക്കാർ, അതായത് ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുള്ളതാണ്. കേന്ദ്ര സർക്കാർ അലോട്ട് ചെയ്തിട്ടുള്ള ചില ഫണ്ടുകൾ, അതിനെക്കുറിച്ച് നമ്മൾ അറിയില്ല. ആ ഫണ്ടിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ, പലിശ നിരക്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് അറിയണം. അപ്പോഴാണ് നമുക്കും അതൊരു ആശ്വാസമാവുകയുള്ളൂ, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് കുട്ടികളും മാതാപിതാക്കളും മാത്രമല്ല, ഏവർക്കും അതിൽ പങ്കെടുക്കാം, അറിവ് നേടാം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അത് നമുക്ക് ഈ പാവപ്പെട്ടവർക്കൊക്കെ ചെയ്യുന്ന വലിയ ഒരു ആശ്വാസമാണ്. നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മളിലൂടെ ഒരു വഴി കാണിച്ചു കൊടുത്തേടെ, അത് വലിയൊരു സഹായമല്ലേ? അതുകൊണ്ട് ചെയ്യാൻ പരിശ്രമിക്കണം. മനസ്സിലാക്കുക, ന്യൂനപക്ഷ അവകാശങ്ങൾ അറിയേണ്ടതും നേടേണ്ടതും. ഈശോ അനുഗ്രഹിക്കട്ടെ.